ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 3. ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യം കിട്ടുകയാണെങ്കിൽ അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചിട്ട് ഭഗവാന്റെ പ്രസാദം ഞാൻ നിശ്ചയമായിട്ടും പ്രാപിച്ചു കൊള്ളാം പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു യമനിയമം ആസനം എന്ന 3 യോഗാംഗങ്ങളെ അനുഷ്ഠിക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പ്രാണായാമം പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. താരമന്തരനു ചിന്യ സന്ധതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. താരം അന്തരം അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാത് അത അപഹൃത്യ ആസ്മഹേ ഭവത് ഉപാസനോന്മുഖാഃ. താരമന്തരനു ചിന്യ സന്ധതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. വയം അന്തഃ താരം, അടിയങ്ങൾ മനസ്സിൽ ഓങ്കാരത്തെ സന്തതം അനുചിന്യ ഇടമുറിയാതെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമ്മലാഹ കാമക്രോധാദി ദോഷം അകന്നവരായി അതാ അനന്തരം ഇന്ദ്രിയാണി വിഷയാത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും അപഹൃത്യ പിന്തിരിച്ച് ഭവത് ഉപാസനോന്മുഖാഹ അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി ആസ്മഹേ ഇരുന്നുകൊള്ളാം. അടിയങ്ങൾ മനസ്സിൽ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷം അകന്നവരായി അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി ഇരുന്നു കൊള്ളാം. താരമന്തരനു ചിന്യ സന്ധതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. താരമന്തരനു ചിന്യ സന്ധതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. താരമന്തരനു ചിന്യ സന്ധതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദത പ്രഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.